നമസ്കാരം. ഫെബ്രുവരി 28 ബുധനാഴ്ച ചന്ദ്രൻ കന്നി രാശിക്ക് ശേഷം തുലാം രാശിയിലേക്ക് നീങ്ങാൻ പോകുന്നു. കൂടാതെ ഇന്ന് ഫാൽഗുണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർത്ഥി തിഥി കൂടിയാണ്. ഈ ദിവസം ദ്വിജപ്രിയ സംഘഷഷ്ഠി ചതുർത്ഥി വ്രതം ആചരിക്കുന്നതുമാണ്. സംഘഷഷ്ഠി ചതുർത്ഥി ദിനത്തിൽ വൃദ്ധിയോഗം, സർവാർത്ഥസിദ്ധി യോഗം, ചിത്തിര നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും നടക്കുന്നതാണ്. ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ ചില രാശിക്കാർക്ക്, ചില വ്യക്തികൾക്ക് അത്ഭുതകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് എന്ന് തന്നെ പറയാം. ഐശ്വര്യ യോഗങ്ങളുടെ ഗുണം ലഭിക്കുക തന്നെ ചെയ്യും. ഈ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാണ്. മേടം രാശിക്കാർക്ക് ചില കഷ്ടതകളും ദുരിതങ്ങളും ഉണ്ട്. എന്നിരുന്നാൽ പോലും പ്രത്യേകിച്ചും ഇന്നേ ദിവസം ഇത്തരത്തിൽ ശുഭയോഗങ്ങളുടെ സംയോജനം മൂലം ചില അത്ഭുതകരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. ലാഭം നേടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പങ്കാളിത്ത ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലം തന്നെയാണ് സമയം. ബിസിനസ് വിപുലീകരിക്കുവാനുള്ള ചില അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. ഏതെങ്കിലും പദ്ധതികൾ വളരെ കാലമായി ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ചില തടസ്സങ്ങൾ ഒഴിയുകയും ആ കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എന്ന് തന്നെ പറയാം. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ അത്തരത്തിൽ ജോലി ലഭിക്കുവാൻ, അതുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾക്ക് സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. പുരോഗതിക്കായുള്ള ചില അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും എന്ന് തന്നെ പറയാം. വരുമാനവുമായി ബന്ധപ്പെട്ട് ആ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാവുന്നതാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട് സന്തോഷവും സമാധാനവും കടന്നു വരാം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ശുഭകരമാണ് ഈ ദിവസം. ശരിയായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചാൽ അനുകൂലമായി മാറും എന്ന് തന്നെ പറയാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് ഇന്ന് സൗഭാഗ്യം നിറഞ്ഞ ദിവസമാണ് എന്ന് തന്നെ പറയാം. തടസ്സങ്ങൾ അകലുകയും ജോലിയുമായി ബന്ധപ്പെട്ട് ചില ഫലങ്ങൾ അത്ഭുതകരമായി തന്നെ ഇവർക്ക് വന്നു ചേരാം. എളുപ്പത്തിൽ പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. ഭഗവാന്റെ കടാക്ഷത്താൽ ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നും വരുമാനം നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തമാകുന്നതായ അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതാണ്. സാമ്പത്തികപരമായ ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാകുന്നു. കൂടാതെ എവിടെയെല്ലാം നിക്ഷേപിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. സ്വാധീനമുള്ള വ്യക്തികളെയോ വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തിത്വങ്ങളെയോ കണ്ടുമുട്ടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരാം. കഠിനാധ്വാനം ചെയ്യുന്നതിന് അനുസരിച്ചുള്ള അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം. ഇന്നേ ദിവസം തർക്കങ്ങൾ പറഞ്ഞു തീർക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ തന്നെയാണ്. കുടുംബത്തിലെ തർക്കങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയത്തിൽ കലാശിക്കും. മറ്റൊരു രാശി ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാർക്ക് അനുകൂലമായ ദിവസങ്ങളാണ് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും ജീവിതത്തിലേക്ക് ചില അത്ഭുതകരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ആഡംബരങ്ങൾ വർദ്ധിക്കാം. വിദേശത്ത് ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് സംജാതമാകും. മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചില കാര്യങ്ങൾ അത് ആരോടും പറയരുത് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ അതിൻ്റെ ഫലം പോകുന്നതിന് അത് കാരണമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ദിവസം തന്നെയാണ് ഇത്. ബഹുമാനം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചില വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും.
മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതായ ചില വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ് എന്ന് പറയാം. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ ദിവസങ്ങൾ തന്നെ വന്നു ചേരും. ഈ സമയം അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കപ്പെടും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ശ്രമങ്ങൾ നടത്തുക, അത് വിജയത്തിൽ കലാശിക്കുക തന്നെ ചെയ്യും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുരോഗതിയുടെ ദിവസമാണ് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും ഈ സമയം ജോലി സംബന്ധമായി നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള ദിവസമാണ് ഇന്ന്. ഏത് ജോലിയും പൂർണ്ണമായും കാര്യക്ഷമതയോടെയും പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ ദിവസം. ഗണപതി സ്വാമിയുടെ കൃപ കൂടി ഉള്ളതിനാൽ നിങ്ങൾക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതായ ദിവസമാണ് എന്ന് പറയാം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും. എന്നിരുന്നാൽ പോലും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം ശുഭകരമായി തീരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ദമ്പതികൾക്കിടയിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. തർക്കങ്ങൾ പരിഹരിച്ച് സ്നേഹത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. കുടുംബാംഗങ്ങളുടെയും അതേപോലെ സുഹൃത്തുക്കളുടെയും സഹായത്തോടെ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് ശുഭകരമായി ഭവിക്കാം. അതിനാൽ തന്നെ ഇന്നേ ദിവസം ശുഭകരമായ ചില ഫലങ്ങൾ, സന്തോഷകരമായ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മീനം രാശിയാണ്. മീനം രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ ദിവസമാണ് എന്ന് തന്നെ പറയാം. ഗണപതി സ്വാമിയുടെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നതായ ദിവസമാണ് ഇന്ന്. കൂടാതെ ഈ സമയം പല വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സ്വത്ത് സംബന്ധമായ എന്തെങ്കിലും തർക്കങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുരഞ്ജനത്തിലൂടെ മുന്നോട്ട് പോകുവാനും അത് നിങ്ങൾക്ക് അനുകൂലമാക്കുവാനോ തർക്കങ്ങൾ പരിഹരിക്കുവാനോ നിങ്ങൾക്ക് സാധിക്കാം. ജോലിയുമായി ബന്ധപ്പെട്ട് ചില ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുകയും അതിൽ ശോഭിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം കുടുംബത്തിന് ആവശ്യമുള്ള പല കാര്യങ്ങളും നിവർത്തിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മീയ പ്രവർത്തനങ്ങളിലും നിങ്ങൾക്ക് സജീവമായി പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെട്ട് പഠനത്തിൽ ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ അവ പരിഹരിക്കുവാനും വിജയങ്ങൾ കരസ്ഥമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് സമയം എന്ന കാര്യം ഓർത്തിരിക്കുക. ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ ലഭിക്കും എന്ന കാര്യം ഓർക്കുക. ഈ രാശിക്കാർ ഏവരും ഗണപതി സ്വാമിയെ ഇന്നേ ദിവസം ആരാധിക്കുന്നതും സ്വാമിക്ക് നാളികേരം ഉടയ്ക്കുകയോ അല്ലെങ്കിൽ ഭണ്ഡാരത്തിൽ പണം സമർപ്പിക്കുകയോ ചെയ്യുന്നത് ശുഭകരമാണ്. കൂടാതെ ഇന്നേ ദിവസം ഗണപതി സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിച്ച് ഏത് കാര്യം ചെയ്യുമ്പോഴും സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സാധിക്കുന്ന ഏവരും ഈ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക.